ഹേ ഗൈസ്, ഒരു ചെറിയൊരു പുതിയ വ്ളോഗ്. ഇവിടെ രാവിലെ സമയം 5:45. ഞാനൊരു 3 മണിയായപ്പോൾ എണീറ്റു. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതേപോലെയാണ് ഇപ്പോഴത്തെ എന്റെ സിറ്റുവേഷനിൽ ഞാൻ നിൽക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങൾ ആമസോണിൽ നിന്നും ഐക്യു നിന്നൊക്കെ ഓർഡർ ചെയ്തിരുന്നു. ഇന്നലെ ആയിരുന്നു എന്റെ ഡെലിവറി. ഇന്നലെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഈ ക്ലാസ്സിലിരുന്ന സമയത്ത് ഇവിടെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിന്റെ അവിടെ വന്നിട്ട് വിളിക്കലും പരിപാടികളൊന്നുമില്ല. അവർ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. ഫെഡെക്സ് ആയിരുന്നു. അപ്പോൾ അവരൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ആളില്ലാത്തത് കൊണ്ട് അവര് തിരിച്ചു കൊണ്ടുപോയി. കാരണം കുറച്ച് വലിയ പാക്കേജ് ആയിരുന്നു. ഇവിടെ വെക്കുന്ന ഒരു പാനല്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, ലൈറ്റ്, അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പം അവരെന്ത് ചെയ്ത് അതിനെ തിരിച്ചു കൊണ്ടുപോയി. അപ്പോ ഇത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊന്നും നടക്കൂല. അതുകൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള ലെവലില് കുറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരു 10 പൈസയ്ക്ക് കൊള്ളൂല ഇപ്പൊ കാണാൻ. അതിനോ നമ്മുടെ ലൈറ്റ്, ഐപാഡ് സ്ക്രിപ്റ്റിന്. ഇതാണ് എൻ്റെ ടേബിൾ. ഈ ടേബിളിൽ ഇത് പോഡ്കാസ്റ്റ് മേക്ക്, വോയിസ് ഓവർ ഒക്കെ ചെയ്യുന്നത് ഇതിനകത്ത്. കണ്ട, വി ട്രൈ ഡെലിവറിങ് യു എന്ന് പറഞ്ഞിട്ട് ഈ സാധനങ്ങളെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ പോയത്. ഇതെൻ്റെ ഷാർപ്പി, അങ്ങനെയുള്ള കുറേ അളുത്ത സാധനങ്ങൾ. ഇത് സ്മോൾ ട്രിക്കിൻ്റെ മാജിക് ആം. പിന്നെ എക്കോ മാറാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നതാണ് ഈ വക സാധനങ്ങൾ. കുറച്ചുകൂടി പെട്ടി കയറ്റണമെന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആവും എന്നുള്ളത് കൊണ്ട് ഞാൻ കയറ്റിയില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഭയങ്കര എക്കോ ഉണ്ടാവും. പക്ഷെ ഈ മൈക്കിന്റെ അകത്ത് എന്തുകൊണ്ടോ വലിയ എക്കോ ഇല്ല. അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതും ഇതൊക്കെ ചെയ്ത് മാറ്റാം. വാട്ട് യു ഹാവ് ടു ഡു ഈസ് നമുക്ക് ഈ ലൈറ്റ് മാറ്റണം. ഉള്ളത് പറയാലോ, എനിക്ക് കണ്ടകശനിയാണെന്ന് തോന്നുന്നു. ഞാൻ ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു കുത്തപ്പിനാറിന്റെ അത്രയും പൊക്കമുള്ള ഒരു റൂഫ് കിട്ടും. കണ്ടോ, ഇവിടെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും എൻ്റെ 5 അടി പൊക്കം വെച്ച് പറ്റൂല. അതാണ് പ്രശ്നം. ലൈറ്റ് ഓഫ് ചെയ്തു. ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ പുറത്തൂടി പോയി ഇരുന്നേനെ. എന്നിട്ട് ഞാനിതാ ഫ്രെയിം കാണിച്ച് തരാം നിങ്ങൾക്ക്. ഫ്രെയിം ഇതാ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, നിങ്ങൾക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാത്തതാണ്. സ്ക്രിപ്റ്റ് ഞാൻ ഇന്നലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരിക്കുന്നു. ഞാൻ പൊതുവെ സ്ക്രിപ്റ്റ് നോക്കി വായിക്കാറില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട കുറെ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാൻ എഴുതും. എന്നിട്ട് ഈ എഴുതിയ സാധനം അല്ല ഞാൻ പറയണേ. ഞാൻ ഇത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഓൺ വേർഡ്സിൽ ഞാൻ വീഡിയോയിൽ പ്രസന്റ് ചെയ്യും. അതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ എഴുതി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് മൽഗോപാൽ, ഇതേപോലെ ഇരിക്കും. അത് മാത്രമല്ല, ഞാൻ എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് ആ ഒരു ടോണേ എനിക്ക് വരുള്ളൂ. എൻ്റെ സംസാരത്തിന് എന്തൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള ലെവലിൽ നമ്മൾ എടുക്കാൻ പോവാണ്. ഈ എടുക്കുന്ന പരിപാടിയൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. ബട്ട് ബാക്കിയുള്ള പരിപാടി കുറച്ച് കാണിച്ചു തരാനുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ ഒന്ന് എടുക്കട്ടെ. 1 hour later. അപ്പോൾ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ക്യാമറ മൊത്തം ചാർജൊക്കെ തീർന്നു. ഇനി നമുക്ക് ഇതിന് കോപ്പി ചെയ്യണം. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പറഞ്ഞുതരാം. എനിക്ക് ഇവിടെ നിന്ന് ഈ എടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഡ്രൈവിലോട്ട് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്, സ്പീഡ് ടെസ്റ്റ്. എൻ്റെ ഡൗൺലോഡ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കും. 1 GB/s ഡൗൺലോഡ് സ്പീഡുണ്ട്. പക്ഷേങ്കിൽ ഒരു പ്രശ്നം എന്തിനെന്നറിയാമോ? മോർ ഇൻഫോ, അപ്ലോഡ് സ്പീഡ് നോക്കിക്കോ. എനിക്ക് ഡൗൺലോഡിനേക്കാളും വേണ്ടത് അപ്ലോഡ് സ്പീഡ് 32, 36, 40, 50 ഇതിൻ്റെ അകത്തുള്ള അപ്ലോഡ് സ്പീഡ്. ഇതെങ്ങനെ കിടക്കും. ഞാനിങ്ങനെ ഉറക്കമൊന്നും ഇല്ലാതെ ഇത് അപ്ലോഡ് ആവുന്നത് വരെ ഇത് വായി നോക്കി ഇരിക്കും. ഒരു രക്ഷയില്ല. എങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഇത് അപ്ലോഡ് ആവില്ല. അതാണ് സംഭവം. ഇപ്പം എല്ലാത്തിൻ്റെയും കൂടി സൈസ് നോക്കിക്കഴിഞ്ഞാൽ 22 GB ഉണ്ട്. 22 GB അപ്ലോഡ് ആവാൻ ഏകദേശം 4 മണിക്കൂർ 3 മണിക്കൂർ എടുക്കും. ഞാൻ എങ്ങനെയാണോ 2017 തുടങ്ങിയത് അതേപോലെ ഞാൻ ഇവിടെ നിന്നിപ്പുണ്ട്. അതിപ്പോൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. ഭയങ്കര പെട്ടെന്ന് പോകും. പക്ഷെ നടക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, കഴിഞ്ഞ വ്ളോഗിന്റെ കമന്റ് സെക്ഷൻ വായിച്ച സമയത്ത് ഭയങ്കര രസമായിരുന്നു വായിക്കാനായിട്ട്. കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനത്തെ റിയാക്ഷൻസ് കാണുന്നത്. ആളുകൾ വന്നിട്ട് ലൈക്ക് കുറെ സബ്സ്ക്രൈബർ വന്നിട്ട് എന്തോന്നാണ് കാണിക്കണേ. പിന്നെ കുറെ പേര് എനിക്ക് DM വന്നിട്ട് ബ്രോ ചാനലൊന്നും നിർത്തല്ലേ ബ്രോ, നിങ്ങൾ എന്തോ ചെയ്യും. ഒരാൾ വന്നിട്ട് എനിക്ക് മെസ്സേജ് ഭയങ്കര രസമായിരുന്നു. പുള്ളിക്കാരൻ എനിക്ക് കുറെ ഹായ് അയച്ചു, ഇങ്ങനെ നിരത്തി ഹായ് അയച്ചു. അപ്പം ഞാൻ ഹായ്
തിരിച്ചു കൊടുത്തു. അപ്പോൾ ഉടനെ പറയുന്നു, ബ്രോ നിങ്ങൾ എവിടെ പോകും, നിങ്ങൾ എവിടെ പോണാലും എനിക്കൊരു വിഷയമില്ല, നിങ്ങൾ എന്തോ ചെയ്യും, എനിക്ക് ഐ ഡോണ്ട് കെയർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവ എന്തിനാ ഇങ്ങനെ മെസ്സേജ് അയക്കണേ, പക്ഷെ ചാനൽ നിർത്തല്ലേ ബ്രോ, നിങ്ങൾ ഏത് കാട്ടിലിരുന്നിട്ട് അതിൽ സാറ്റലൈറ്റ് എങ്കിലും കൊണ്ടുവന്ന് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യണേ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പീപ്പിൾ ടു കെയർ അബൌട്ട് മീ. ഞാനത് വളരെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാലോ, ഈ യൂട്യൂബിൻ്റെ അകത്തുള്ളതിൽ രക്ഷപ്പെടാതെ പോയ 2 യൂട്യൂബേഴ്സിൽ ഒന്ന് ഞാനും ഒന്ന് മലയാളം കാണുന്നതാണ് പൊതുവേ ഉള്ളൊരു കരക്കമ്പി. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ എന്നെ കെയർ ചെയ്യാനും ആളുകളുണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ആ കമൻസ് വായിച്ച സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഭയങ്കര അതിപ്പോൾ കുറേ പേര് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്, കുറേ പേര് അഡ്വൈസസ് തരുന്നുണ്ട്, കുറേ പേര് അടിപൊളി എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അങ്ങനെ അഡ്വൈസ് തരണമെന്നുണ്ടെങ്കിലും, നിങ്ങൾ നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിലും, നിങ്ങൾ അവിടെ ഒരു കമൻറ്റ് ടൈപ്പ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ യു ഡു കെയർ, റൈറ്റ്? സോ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക്സ് എ ലോട്ട്. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയാലേ നോക്കാം. സ്റ്റേക്ക് ഉണ്ടാക്കുന്നാലും വിശക്കണേ. പണ്ട് വീട്ടിൽ ഇരുന്ന് വിശക്കണേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുഡ് വരുമായിരുന്നു. എത്ര സബ്സ്ക്രൈബേഴ്സായി? സബ്സ്ക്രൈബർ ഒന്ന് കാണിക്കും. 988 സബ്സ്ക്രൈബറായി. ഐ എം സോ ഹാപ്പി. നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് കമന്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. അതിപ്പോ ഞാൻ സത്യം പറഞ്ഞ അതിനകത്ത് വ്യൂ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ചെയ്തൊന്നുമല്ല. കുറെ പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മലയാളികൾക്ക് ഇല്ലാത്ത സ്ഥലത്താണല്ലോ പോയേക്കണേ. പിന്നെ സീരിയസ്ലി ഡ്യൂഡ്, യു ഡ്രോപ്ഡ് യുവർ 1.2 മില്യൺ സബ്സ്ക്രൈബർ ചാനൽസ് ആൻഡ് റീച്ച്ഡ് യുവർ വാട്ട് ദ ഫക്ക്. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഡൗൺലോഡ് ഓപ്ഷൻ തരാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഡൗൺലോഡ് ഓപ്ഷനിൽ എന്താ ഗുണമുള്ളത്? നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണോ കാണുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും വൈഫൈ കിട്ടപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കാണുമല്ലേ? ഓക്കെ. ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, എനിക്ക് കാണിക്കുന്നുണ്ട്. എന്താണ് കാണിക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് കുറെ തിരഞ്ഞു, എല്ലാ പ്ലാറ്റ്ഫോമിലും കാണിക്കുന്നുണ്ടോന്ന്. കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിച്ച സാധനത്തിന്റെ പേര് കിട്ടി. ഏതോ ഒരു ഇറ്റാലിയൻ ഡിഷാണ്, ഇറ്റാലിയൻ സാധനമാണ് ഞാൻ തിന്നത്. പക്ഷെ അതിന്റെ പേര് പ്രൊനൗൺസിയേഷൻ നോക്കണം. English. This is a shell-shaped felt Italian pastry that is native to Campania. How do you go about pronouncing it? Sfogliatella. അപ്പൊ ആ സാധനത്തിന്റെ പേര് സ്ഫോലിയറ്റെല്ല. Want to stress on the T syllable. Sfogliatella. അതാണ് ഞാൻ തിന്ന സാധനം. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സന്തോഷമുണ്ട്. എഗൈൻ ആൻഡ് എഗൈൻ പറയാണ്, ഞാൻ ഈ പുതിയ ചാനൽ തുടങ്ങി. എൻ്റെ പഴയ ചാനൽ എന്ത് പറ്റിയെന്നുള്ളത്, പഴയ ചാനൽ ഞാൻ വിറ്റതാണ് ഉള്ളത് പറയാലോ. കാരണം 2018 തുടങ്ങിയ ചാനലാണ്. അതിൻ്റെ അൽഗോരിതം മൊത്തം മെസ്ഡപ്പാണ്. കാരണം പല കണ്ടന്റ് അതിനകത്ത് കയറിപ്പോയി, അത് കയറി വരില്ല. പിന്നെ അതിൻ്റെ ആഡ്സൻസ് പോയി, അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളുണ്ടായപ്പോൾ ഞാൻ അതിനെ കൊടുത്തു. ആൻഡ് our new channel and I just wanted to start it fresh and കുറച്ച് ഞാൻ ആ ഒരു ചാനലിൽ എനിക്ക് പറ്റി കുറേ മിസ്റ്റേക്കുകൾ ഞാൻ ഇതിനകത്ത് തിരുത്താമെന്നുള്ള ഒരു ഐഡിയയും കൂടി അതിനകത്തുണ്ട്. സോ ബേസിക്കലി ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഐ എം ജസ്റ്റ് താങ്കിങ് യു. ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം കമന്റ് വായിച്ച് ഭയങ്കരമായിട്ട് ഐ ഫെൽ സോ ഹാപ്പി ഇൻസൈഡ്. ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഒരു 50 കമന്റ് ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് ഐ വാസ് ലൈക്ക് ഓക്കെ, I think those comments will be really bad. Maybe എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നത്. ബട്ട് ഐ ഹാഡ് എ വെരി ഗുഡ് ടൈം there. Like I felt so good and apparently ഞാൻ ആ ഒരു വീഡിയോ ഇട്ടത് വ്യൂസ് ഗെയിൻ ചെയ്യാൻ പറ്റും, 1000 സബ്സ്ക്രൈബേഴ്സ് ആവും എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടിയൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഐ ഡിഡ് സം എൻ്റെ ആ ഒരു യൂട്യൂബ് എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പൊടിക്കൈകളും കുറച്ച് കിടിപിടി പരിപാടികളും അവിടെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും yeah, so I'm so happy, I'm so glad. Thank you so much. You guys are so good. You guys are my my very close family. So bye bye. ഇപ്പോഴും സാധനം അപ്ലോഡ് ആയിട്ടില്ല കേട്ടോ, 45 മിനിറ്റ് ഇനിയുണ്ട്. ഓക്കെ, അപ്പോൾ കാണാം.